ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരത്തിനിടെ അരങ്ങേറിയത് നാടകീയ സംഭവവികാസങ്ങൾ. സുരക്ഷാ കാരണങ്ങളാൽ IPL ചരിത്രത്തിൽ ആദ്യമായി ഉപേക്ഷിക്കപ്പെടുന്ന മത്സരമെന്ന പ്രത്യേകതയോടെയാണ് പഞ്ചാബ് ഡൽഹി മത്സരം അധികൃതർ ഉപേക്ഷിച്ചത്. മഴയെ തുടർന്ന് 1 മണിക്കൂറോളം വൈകിയ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് മത്സരം ഇന്നലെ രാത്രി 8:30-നാണ് ആരംഭിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് ഓപ്പണർമാരായ പ്രിയാം ഷാരിയുടെയും പ്രഭ്സിമ്രൻ സിംഗിന്റെയും ബാറ്റിംഗ് മികവിൽ പഞ്ചാബ് തകർത്തടിച്ചു. ടീം സ്കോർ 122-ൽ നിൽക്കെ 11-ാം ഓവറിലെ ആദ്യ പന്തിൽ പ്രിയാംഷ് പുറത്തായതിന് പിന്നാലെയാണ് സ്റ്റേഡിയത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങളുണ്ടായത്. പഞ്ചാബിന്റെ അടുത്ത ബാറ്റർ ക്രീസിലെത്തും മുൻപേ സ്റ്റേഡിയത്തിലെ ഫ്ലഡ് ലൈറ്റുകളുടെ ഒരു ടവർ അപ്രതീക്ഷിതമായി ഓഫാക്കി. താരങ്ങളും അമ്പയർമാരും ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങിയതിന് പിന്നാലെ അടുത്ത 2 ടവർ ലൈറ്റുകളും പ്രവർത്തനരഹിതമായി. ഈ സമയം ഗ്രൗണ്ടിലിറങ്ങിയ IPL ചെയർമാൻ അരുൺ ധൂമൽ കാണികളോട് സ്റ്റേഡിയം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടു. ഒരു ടവർ ഫ്ലഡ് ലൈറ്റിന്റെ വെളിച്ചം മാത്രം നിലനിർത്തിയാണ് കാണികൾക്ക് സ്റ്റേഡിയം വിടാനുള്ള സൗകര്യം ഒരുക്കിയത്. കാണികൾക്ക് മടങ്ങാൻ BCCI പ്രത്യേക ട്രെയിൻ സർവീസും ഏർപ്പെടുത്തിയിരുന്നു. മഴ മൂലം സീസണിൽ മുൻപും മത്സരങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ ഒരു മത്സരം ഉപേക്ഷിക്കുന്നത് ഇതാദ്യമാണ്. ഈ IPL സീസണിലെ 58-ാം മത്സരമാണ് ഇന്നലെ ധരംശാലയിൽ നടന്നത്. മെയ് 20-ന് ആരംഭിക്കേണ്ട പ്ലേ ഓഫ് റൗണ്ടിന് മുൻപ് 12 ലീഗ് റൗണ്ട് മത്സരങ്ങൾ കൂടി നടക്കാനുണ്ട്. സുരക്ഷാ മുൻകരുതൽ എന്ന നിലയിൽ ധരംശാല വിമാനത്താവളം അടച്ചതോടെ ഞായറാഴ്ച ഇവിടെ നടക്കേണ്ട പഞ്ചാബ് മുംബൈ മത്സരം നേരത്തെ തന്നെ അഹമ്മദാബാദിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ പഞ്ചാബ് ഡൽഹി ടീമുകൾ നേരത്തെ ധരംശാലയിൽ എത്തിയതിനാലാണ് ഇന്നലത്തെ മത്സരം നടത്താൻ തീരുമാനിച്ചത്. ധരംശാലയിൽ കുടുങ്ങിയ ഡൽഹി പഞ്ചാബ് ടീം അംഗങ്ങളെ പഠാൻകോട്ടിൽ നിന്ന് പ്രത്യേക ട്രെയിനിൽ ഡൽഹിയിലെത്തിക്കാനാണ് BCCI ഒരുങ്ങുന്നത്. ടീം അംഗങ്ങൾ താമസിക്കുന്ന ഹോട്ടലിനും ഇന്നലെ രാത്രി മുതൽ സുരക്ഷ വർദ്ധിപ്പിച്ചു.